ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ തീ പിടിച്ചു. തീ അണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ 15 കോടി രൂപയാണ്. ഇതിൽ ജനങ്ങളുടെ വിശ്വാസമല്ലേ തകരുന്നത്? പിന്നെന്താ സംശയം? എന്താ? തീർച്ചയായിട്ടും. അതായത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഭ്രാന്തന്മാരെ തളയ്ക്കാൻ വേണ്ടിയാണ് ഈ ചങ്ങല ഉപയോഗിക്കുന്നത്. ആ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഭ്രാന്തനിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാതാവും. നമ്മുടെ രാജ്യത്തെ അനീതിയിൽ നിന്നും അഴിമതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ജഡ്ജിമാരും കോടതിയുമൊക്കെ നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. പരമോന്നത നീതിന്യായ പീഠമെന്ന് പറയുമെങ്കിലും അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് വി ദ പീപ്പിൾ, ഇന്ത്യയിലെ ജനങ്ങളാണ്. അല്ല, കോടതി ജഡ്ജിമാർ ധാർഷ്ട്യം കാണിച്ചിട്ട് കാര്യമല്ല. അവർ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് താഴെയുള്ള സംവിധാനമാണ് പരമോന്നത നീതിന്യായ പീഠം. വി ദ പീപ്പിൾ ആണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഈ സുപ്രീമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം. അവിടെയാണ് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് 15 കോടി രൂപ കണ്ടെത്തി എന്നുള്ളത്. ഇന്നത്തെ ജഡ്ജിമാരുടെ ശമ്പളം അനുസരിച്ച് അത് വരവിൽ കവിഞ്ഞ സ്വത്താണ്. അപ്പം അതിന് വിശദീകരണം അദ്ദേഹം നൽകേണ്ടതാണ്. പക്ഷേ ദുരൂഹമായ സാഹചര്യത്തിൽ ആ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുകയും നോട്ടുകെട്ടുകൾ കത്തിപ്പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ തുടർന്ന് കോടതി ഒന്ന് ഞെട്ടിയിരിക്കണം. അദ്ദേഹത്തെ അലഹബാദിലേക്ക് മാറ്റാനുള്ള എന്തോ നീക്കം നടന്നു. അത് വാർത്തകൾ റൂമറായിട്ട് വന്നു. പക്ഷേ കോടതി ഇപ്പോൾ അത് നിഷേധിച്ചിരിക്കുക. ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നോട്ട് പോലും, കത്തിക്കരിഞ്ഞ നോട്ട് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കത്തിക്കരിഞ്ഞ നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫോറൻസിക് തന്നെ വരണം. സംശയം ഉണ്ടായ സ്ഥിതിക്ക് ആ സംശയം ദൂരീകരിക്കാൻ ഇന്ത്യൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അതുണ്ടാവണം. ഭരണകൂടം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കേസൊക്കെ പിന്നത്തെ കാര്യം. ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് ഓരോ ജഡ്ജിയും, നോട്ട് ഓൺലി സീസർ ബട്ട് ആൾസോ ഹിസ് വൈഫ് ഷുഡ് ബി എബവ് സസ്പിഷൻ എന്നുള്ളതാണ് നീതി. കൈകാര്യം ചെയ്തിട്ടുള്ള നിരവധി കേസുകളാണ്. കൈകാര്യം ചെയ്തിട്ടുള്ള നിരവധി കേസുകൾ കാരണം ഓരോ ജനങ്ങളും കോടതിയാണ് അവസാനം കോടതിയിലാണ് എത്തുന്നത്. അതിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. മറ്റൊന്നിലും വിശ്വാസം ഇല്ലെങ്കിൽ കോടതിയിൽ എല്ലാം റെഡിയാവും, എല്ലാം ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നൊരു വിശ്വാസത്തിലാണ് ഓരോ വ്യക്തികളും നിയമത്തിന്റെ സഹായം തേടുന്നത്. അപ്പോൾ ഇദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം പരിശോധിക്കേണ്ടിയിരിക്കും. സംശയത്തിന്റെ നിഴലിലാണ്, ജഡ്ജി തന്നെ നിഴലിലാണ്. ഇപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവന്റെ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ വിധിയുടെ രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഈ വിധി നടത്തുന്നത് ജഡ്ജിമാരാണ്. ആ ജഡ്ജിമാർ എല്ലാവിധമായിട്ടുള്ള സംശയങ്ങൾക്കും അതീതരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പണ്ട് ശ്രീരാമചന്ദ്രനെ പോലെ സംശയം വന്നപ്പോൾ സ്വന്തം താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യയെ പോലും പരിത്യജിക്കാൻ കഴിഞ്ഞ ശ്രീരാമചന്ദ്രനെ പോലെ ആ ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം ആലേഖനം ചെയ്തതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ധർമ്മം, നീതി, ന്യായം. അപ്പോൾ അത് ഡിസ്ബേഴ്സ് ചെയ്യാൻ നമ്മുടെ ഈ ഭരണകൂടം, ജഡ്ജിമാരടങ്ങുന്ന ഈ ജുഡീഷ്യറി വ്യവസ്ഥ ബാധ്യസ്ഥമാണ്. അവരുടെ ഉത്തരവാദിത്വം. അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ ആ സ്ഥാനത്ത് തുടരാൻ അവർ യോഗ്യരല്ല. നോക്കൂ, ഇതിൽ വന്നിരിക്കുന്ന ഏത് വഴി നരേന്ദ്രമോദി നിയോഗിച്ച ഏതെങ്കിലും ഒരു ജഡ്ജി അല്ല ഇത്. കൊളീജിയം എന്ന് പറയുന്ന വ്യവസ്ഥയിലൂടെ ജഡ്ജിമാർ തന്നെ അവരെ അടുത്ത ആരായിരിക്കണമെന്നങ്ങ് തീരുമാനിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുക തനിക്ക് ശേഷം ആരാണ് ചീഫ് ജസ്റ്റിസ് ആവേണ്ടത്, ജഡ്ജിമാരാവേണ്ടത് ആരാണെന്നോ അദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിക്കുന്ന ഒരു സ്വയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് പോരാ, ഇതിന് വേറെ സിസ്റ്റം വേണം. പരീക്ഷയിലൂടെ എഴുതി പാസ്സാവുന്നവരാവട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രപതി, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ഒരു വക്താവ് ഒക്കെ ചേർന്ന ഒരു സംവിധാനം. ജഡ്ജിമാർ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴത്തെ സംവിധാനം. ജഡ്ജിമാർക്ക് പുറമെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഈ തൂണുകളും അല്ലെങ്കിൽ ഈ സ്തംഭങ്ങളും നമ്മുടെ ഭരണഘടനയുടെ അവിഭാജ്യവും അതിപ്രധാനവുമായിട്ടുള്ള ഭാഗങ്ങളാണ്. അവരെക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ടെസ്റ്റിന് വിധേയമായിട്ട് IAS സുപ്രീം ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലൊരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിലേറ്റവും മെറിറ്റ് കിട്ടുന്ന ആൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന തരത്തിലാവട്ടെ. ഇതൊന്നുമില്ല, അവർ തന്നെ തീരുമാനിക്കുന്നു. വേറൊരു രംഗത്തും തനിക്ക് ശേഷം ആയിരുന്നു ടാറ്റയ്ക്ക് തീരുമാനിക്കാം, ജംഷഡ്ജി ടാറ്റയ്ക്ക്. ഇത് ഞാൻ കോടതിയെ അവഹേളിച്ചുകൊണ്ട് പറയല്ല. എത്രയോ നല്ല വിധികൾ ജനങ്ങൾക്ക് സ്വീകാര്യവും അതുപോലെ തന്നെ ഫലപ്രദവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഫലപ്രദവും അത് ഭരണഘടനയെ രക്ഷിക്കുന്നതുമായിട്ടല്ല, എത്രയോ സ്തുത്യർഹമായിട്ടുള്ള വിധികൾ വന്നിട്ടുള്ളൊരു സ്ഥാനമാണത്. എനിക്ക് ഏറ്റവും അധികം ആദരവുണ്ട്. പക്ഷേ അതിൽ പാളിച്ചകൾ വരുമ്പോൾ, അതിനെക്കുറിച്ച് സംശയം വരുമ്പോൾ അവിടെ ഫെയർ ക്രിറ്റിസിസം
ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ജുഡീഷ്യറിയും അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു സെൻസിലാണ് ഞാൻ പറയുന്നത്. സർ, ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ കേസുകളാണെങ്കിൽ സിവിൽ കേസുകളൊക്കെ ഹൈക്കോടതിയിൽ എത്താറുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ശരിയോ തെറ്റോ നമുക്ക് ഇതുവരെ നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സർക്കാരുടെ കേസുകൾ വരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ സംസ്ഥാനത്ത് എന്തെല്ലാം കേസുകൾ നമ്മുടെ സർക്കാരിനെതിരെ മുൻപും പിൻപും നേരത്തെയുള്ള സർക്കാരുകൾക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹൈക്കോടതി വിശ്വസിച്ച് ഓരോ ജനങ്ങളും ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ ജഡ്ജിമാരിങ്ങനെ ഒരു സാമ്പത്തിക അഴിമതി നടത്തുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോടതിയെ വിശ്വസിക്കുന്നത്? നമ്മളുടെ ഭരണം എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ചങ്ങലയെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. ഇത്തരത്തിൽ നടക്കാറുണ്ടോ? അതിശയം തോന്നുന്നു. നേരത്തെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ വരുമ്പോൾ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യുക. KG ബാലകൃഷ്ണന്റെ പേരിൽ ആരോപണം ഉണ്ടായല്ലോ, പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വിധി വന്നത്. നമ്മുടെ തന്നെ കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇതിനൊരു സുതാര്യമായ സംവിധാനം വേണം. അടുത്ത ആരെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുക. പക്ഷേ അതിന് ജസ്റ്റിഫൈ ചെയ്യണം എന്തുകൊണ്ട് അദ്ദേഹത്തെ എടുത്തു. ബന്ധുക്കളെ പോലും ജഡ്ജിമാരായിട്ട് പിന്നെ നിയമിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വളരെ അതാര്യമാണത്. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംവിധാനം ഇല്ല. അത് വരണമെന്നാണ്. ട്രാൻസ്പെറൻസി ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. അതെ, എല്ലായിടത്തും ട്രാൻസ്പെറൻസി ആവശ്യപ്പെടുമ്പോൾ അവിടെയും ഉണ്ടാവണ്ടേ? അതിന് വിധേയമായിരിക്കേണ്ട ജുഡീഷ്യറിയും. അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു പിശക് തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം, ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. നോക്കൂ, കോട്ടയത്ത് 3 കോടി രൂപ അവിടുത്തെ നഗരസഭയിൽ നിന്ന് അഴിമതിയിലൂടെ തൻ്റെ അമ്മയുടെ പേരിൽ പെൻഷനായിട്ട് കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒളിവിലുമാണ്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ പലപ്പോഴും ലക്ഷങ്ങൾ കൈപ്പറ്റിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മുഖത്തൊന്നും ഒരു കൂസലും കാണാറില്ല. ഡോക്ടർമാർ ഓപ്പറേഷൻ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിക്കും ജഡ്ജി വരെ 16 കോടി വാങ്ങിച്ചു, പിന്നെ എനിക്ക് ഇത്രയും വാങ്ങിച്ചാൽ എന്താ? ഇവരും വാങ്ങിക്കുന്ന ഒട്ടും കുറവല്ല കേട്ടോ. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോരുത്തരും വാങ്ങിക്കുന്നത്. ഡോക്ടർമാർ, വില്ലേജ് അസിസ്റ്റൻറ്റുമാർ, വില്ലേജ് ഓഫീസർ, RTO, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ് നടക്കുന്ന RTOയിലാണ്. പിന്നെ രജിസ്ട്രേഷൻ വിഭാഗം, റവന്യൂ വിഭാഗം, അഴിമതിയുടെ കൂത്തരങ്ങ്. അപ്പോൾ അവരെയെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു തീരുമാനം, ഒരു സംഭവമാണ് നടന്നത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ഉറുന്തോട്ടിക്ക് വാദം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് നമ്മുടെ ഭരണഘടനയുടെ 3 സ്തംഭങ്ങൾ: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ആ സ്തംഭത്തിന് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ആരൂഢം തകരും. മോന്തായം കഴുക്കോൽ വളഞ്ഞാൽ മോന്തായം തകരും. അതല്ലേ സംഭവിക്കുന്നത്? കെട്ടിടത്തിൻ്റെ ഭദ്രതയെയാണ് ബാധിക്കുന്നത്. അത് അടിയന്തരമായ പരിഹാരം. ഈ കൊളീജിയം സിസ്റ്റം തെറ്റാണെന്നുള്ളതിൻ്റെ പലതവണയായിട്ട് ആവർത്തിക്കുന്ന വെളിപാടുകളിൽ ഒന്ന് മാത്രമാണിത്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന, ഇന്ത്യയെ ചിന്തിപ്പിക്കുന്ന, ഒരുപക്ഷെ സ്റ്റാലിനൊക്കെ വിളിച്ചു കൂട്ടേണ്ടി ഇരുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.